ഹലോ ഗൈസ്, സ്റ്റാർ വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റഷ്യയിൽ ക്രിംലിനിലാണ്. ഇവിടുത്തെ ഒരു ഫേമസ് മ്യൂസിയത്തിലാണ്. അവിടെ എഴുതി എടുക്കണതാണ് മനസ്സിലാവുന്ന ആൾക്കാർക്ക് പെട്രോളിയം പല അധികാരികളും കുഴിച്ചിട്ടിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ സമയത്ത്. സോവിയറ്റ് യൂണിയൻ്റെ സമയത്ത് പല ഭരണാധികാരികളും നമ്മൾ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഫോഗും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. ഞങ്ങൾ നേരെ റോഡാണ് പോകുന്നത്. ആ സ്ഥലത്തിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ പേരെന്തായിരുന്നു? ചർച്ചാണത്. ഈ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഉണ്ടാക്കിയത്. ഓക്കെ. അപ്പോൾ ഈ കാണുന്ന ഒരു കാണിച്ചു തരാം. പണ്ട് കാലത്ത് ഇവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ ഈ തെറ്റ് ചെയ്ത ആൾക്കാരില്ലേ, ആ തെറ്റ് ചെയ്ത ആൾക്കാരെയൊക്കെ നമ്മൾ ഇവിടെ ശിക്ഷ വിധിക്കുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് റഷ്യക്ക്. നമ്മുടെ ഹിസ്റ്ററിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു സ്ഥലമാണ് റഷ്യ. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളെ ഫുള്ള് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് കയറ്റിയത്. കാരണം ഇവിടെ എന്തോ കഴിഞ്ഞ ആഴ്ചക്ക് മുന്നേ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ റഷ്യയിൽ ഇപ്പോൾ വരെ യാതൊരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ പയ്യതേ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. ഇവിടുത്തെ സിറ്റിസണാണ് രാജീവേട്ടൻ. ഇപ്പോൾ രാജീവേട്ടനാണ് ഞങ്ങളിവിടെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ചുമ്മാ കാണിച്ചിട്ട് നടക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ടൂറിസ്റ്റുകാർ ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. നല്ല കാറ്റുണ്ട്. രാജീവേട്ടൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. രാജീവേട്ടൻ്റെ പുറകെയാണ് നമ്മൾ പോകണം. നമ്മൾക്ക് ഇവിടെ സ്ഥലങ്ങളൊന്നും അറിയില്ല. നമ്മളെല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്യുന്ന രാജീവേട്ടനാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇപ്പം പറന്നു പോയാലേ.
മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡാണ്. നല്ലൊരു അടിപൊളി കാണിച്ചു. മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പറന്നു പോണ രീതിയിലുള്ള കാറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഉൺസേ? ആ നല്ല കാറ്റുണ്ട്. നല്ല ശക്തമായ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ പറയുന്ന വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് അതിൻ്റെ ഒരു സൈഡാണ്. മ്യൂസിയത്തിൻ്റെ വേറൊരു സൈഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടന്ന് ഞങ്ങൾ അതിൻ്റെ പുറകിൽ കൂടെ നടന്ന് ഇവിടെ എത്തി. വേറെ ഒന്നുമല്ല, നമുക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ ഫോണും കാര്യങ്ങളൊന്നും അലൗഡല്ല. അങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറ്റി വിടാത്തത്. ഇപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയാലും നിങ്ങളിലോട്ട് എനിക്ക് ആ വിഷ്വൽസ് എത്തിക്കാൻ പറ്റത്തില്ല. കാരണം ഫോൺ അവിടെ അലൗഡല്ല. എന്താണ് റെസ്റ്റോറേഷൻ 450 കൊല്ലം പഴക്കമുണ്ട്. 2011 450 കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 450 കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. ഏകദേശം ഒരു 70-75 വർഷത്തോളം കാലം പഴക്കമുള്ളൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൂം എന്നാണ് ഇതിൻ്റെ പേര്. ബൂം എന്നാണ് പേര്. ഞങ്ങൾ പയ്യെ അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഇവിടെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നും അലൗഡല്ല. നമുക്ക് നോക്കാം, ഒരുപക്ഷെ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുമോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. സെൻറ്റർ ഭാഗമായിട്ട് ഇതിൻ്റെ പുറത്തൊരു സ്ഥലത്ത് അടയാളം വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ കെട്ടിടങ്ങളെടുത്ത് നോക്കിയാലും ഏകദേശം ഒരു 10-30 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സൈഡിലും ഓരോ ഫോഴ്സസ് ഉണ്ട്. പോലീസുകാർ നല്ല രീതിയിൽ എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. രാജീവേട്ടനുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു ധൈര്യമാണ്. രാജീവേട്ടൻ്റെ പുറകെ ഞങ്ങൾ പോകും. ആ 1890 ഈ ബിൽഡിങ് പണിത് കഴിഞ്ഞാട്ടോ. അതെ, അതിനേക്കാളും പഴക്കമുണ്ട്. 1890 ഈ ബിൽഡിങ് പണിത് കഴിഞ്ഞത്.
ഇവിടെ ഇത് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫുൾ ടൈം ഓണായിരിക്കും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഓരോ ബ്രാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ കിട്ടാത്ത ബ്രാൻഡുകൾ അത്യാവശ്യം കുറേ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അവിടെ ഇരിക്കാനായിട്ടുള്ള നല്ല നല്ല സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ മേളിലത്തെ ഫ്ലോറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വർഷം പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണെങ്കിലും നമുക്ക് ഈ ബിൽഡിംഗ് ഇത്രയും വർഷം പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണെങ്കിലും ഇതിൽ കയറാൻ നേരത്ത് ഇപ്പോഴും നല്ല പുതുമയോടെയാണ് ഇവരിത് സൂക്ഷിക്കുന്നത്. നല്ല രീതിയിൽ ഇവർ ഈ ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളത് 3ാമത്തെ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. 3rd ഫ്ലോർ കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളാണ്. അതും തിരക്കും റഷും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സമാധാനത്തിൽ ഇതിലേക്കൂടെ നടക്കാം. കണ്ടോ, സെൻറ്ററിലൊക്കെ ഉണ്ടോ. ഞങ്ങൾ അടുത്ത സൈഡിലോട്ട് നടന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, നല്ല അടിപൊളിയാണ്. എപ്പോഴും ഫുള്ള് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡാണ് വരുന്നത്. സോൾ ഓഫ് റഷ്യ കണ്ടോ, പെർഫ്യൂമാണ്. മെട്രോ ഇറങ്ങി 7ാമത്തെ എക്സിലുണ്ടെന്ന്. ഇവിടുത്തെ സൈക്കിളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ. ഞാൻ പയ്യെ ഇതിൽ നടന്ന് ഉള്ളിലോട്ട് വരുവാണ്. നല്ല ശാന്തമാണ്. ഇന്ന് വളരെ തിരക്ക് ഭയങ്കര കുറവാണ് ഇവിടെ. ഒട്ടും തിരക്കില്ല ഇവിടെ ഇന്ന്. എൻ്റെ കൂടെ പഠിച്ച 2 ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കാണാൻ വേണ്ടി. അപ്പോൾ അവരിന്നൊന്ന് മീറ്റ് ചെയ്യണം. ഇതിൻ്റെ പുറത്താണ് അവരുള്ളത്. ഇവിടെ നിന്ന് പയ്യെ താഴ്ത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതേ പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൈഡിൽ ഒരുപാട് ഷോപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പ് കേട്ടോ. ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പാണിത്. ഞങ്ങൾ സ്റ്റെയർ ഇറങ്ങി നടക്കുന്നത്. ഇവിടുത്തെ ഒരു മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 70 വർഷത്തിന് മേളിൽ പഴക്കമുള്ളൊരു ബിൽഡിങ്ങിലാണ് ഇപ്പോൾ ഞങ്ങളിവിടെ വന്നത്. ഇവിടെ അവർ നല്ല രീതിയിൽ ഇപ്പോഴും പുതുമയോടെ തന്നെ ഇത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് റഷ്യനൊന്നും പറയാനില്ല. ഭയങ്കര ഹൈജീനാണ്. നമ്മൾ പയ്യെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. എഴുപതിന് മേളിൽ പഴക്കമുണ്ട് ബിൽഡിങ്ങിന്. അതെ, 1900. അതെ 144 കൊല്ലം. 134 കൊല്ലം പഴക്കമുണ്ട് കേട്ടോ ഈ ബിൽഡിങ്ങിന്. ഇപ്പോഴാണ് കറക്റ്റ് പഴക്കം കണ്ടുപിടിച്ചത്. ഫുൾ കൺഫ്യൂഷനായിരുന്നു.
ഞങ്ങൾ അതിൽ ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. 2 ഫ്രണ്ട്സ് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പയ്യെ അങ്ങോട്ടേക്ക് നടക്കുവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. ഇവിടെ ഫ്ലവേഴ്സിൻ്റെ ഷോപ്പും കാര്യങ്ങളാണ്. ചോക്ലേറ്റ്, അങ്ങനെ കേക്ക്. ബോംബ് വീഴുന്ന മോസ്കോ. ആ, ബോംബുകൾ വീഴുന്ന മോസ്കോ. ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഇവിടെ ഭയങ്കര യുദ്ധമാണ്, ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ. ഇവിടെ ഇപ്പോൾ ഞാൻ വന്നിട്ട് എനിക്ക് അതുപോലെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. നോർമൽ ഡേ ആണ്. എല്ലാവരും എനിക്ക് പറയാനുള്ളത്, ഈ മീഡിയ പറയണത് നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം ഇവിടെ ഉള്ളവർക്കാണ് അതിൻ്റെ ഇത് അറിയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 5ാമത്തെ ദിവസമാണ്. എനിക്ക് ഇതുവരെ ഒരു ബോംബ് ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. ഇവിടെ ഇപ്പോഴും കൂളാണ്. ആൾക്കാരെല്ലാവരും എല്ലാ ദിവസത്തെ പോലെ തന്നെയാണ് ചിലവഴിക്കുന്നത്. അതുകൊണ്ട് മീഡിയനെ നിങ്ങൾ വിശ്വസിക്കാണ്ടിരിക്കുക. അതായത് മീഡിയനെ ഫുള്ള് വിശ്വസിക്കരുതെന്നല്ല, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കാണ്ടിരിക്കുക. നിങ്ങളെ ചുമ്മാ പറഞ്ഞ് പേടിപ്പിക്കുവാണ്. ഇവിടെ ഇങ്ങനെ യുദ്ധത്തിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിതുപോലെ പുറത്തിറങ്ങി നടക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് ഉള്ളിൽ തന്നെ പേടിച്ചിരുന്നാൽ പോലെ. ഇതിവിടുത്തെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഫൗണ്ടൻ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അത് മൂടിയിട്ടേക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയുന്നത്. ഇപ്പോഴാണ് ശരിക്കും വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഞങ്ങൾ കഴിഞ്ഞാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ പയ്യെ ഇവിടെ നിന്ന് എക്സിറ്റിൽ ഇറങ്ങാൻ പോവാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റഷ്യൻ സോങ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഇതിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട്. റഷ്യൻ മോഡൽ ഒരുപാട് സൈക്കിൾസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇലക്ട്ര അങ്ങനെ ഞങ്ങൾ മോളിൽ നിന്ന് പുറത്തിറങ്ങി. ഇതേ പയ്യെ പുറത്തോട്ട് നടക്കുവാണ്. നല്ല കാറ്റുണ്ട് പുറത്ത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. തണുപ്പ് കുറവാണ്, പക്ഷേ ഈ കാറ്റടിക്കുമ്പോൾ നമുക്ക് അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോവാണ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ.